ജിന്നുകളുടെ നേതാവാണ് ഇഫിരീത്ത്. ഇഫിരീത്ത് പറഞ്ഞു അന ആതീക ബിഹി ഖബല അൻ തഖൂമ മിൻ മഖാമിക, അങ്ങ് ഇരുന്നിടത്ത് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുവരാം. സുലൈമാൻ പറഞ്ഞു അല്ല, അതിനേക്കാൾ വേഗതയിലായി കൊണ്ടുവരും. അതിനേക്കാൾ വേഗതയിലാണ് ജിന്നിന് പറ്റാത്തത്. ആ സമയത്ത് സദസ്സ് നിശബ്ദമായി. ജിന്നുകൾക്ക് കഴിയാത്തത് ആർക്കാണ് കഴിയുക? ആ സമയത്താണ് നിശബ്ദമായ സദസ്സിൽ നിന്നൊരാൾ എഴുന്നേറ്റ് നിന്നു. ഖുർആൻ പറയട്ടെ, കാനല്ലദീ ഇൻദഹു ഇൽമുൻ മിനൽ കിതാബ് അന ആതീക ബിഹി ഖബല അൻ യർതദ്ദ ഇലൈക തർഫുക. അങ്ങയുടെ കണ്ണടച്ച് ചിമ്മി തുറക്കുന്നതിന് മുമ്പ് ആ സിംഹാസനം ഞാൻ കൊണ്ടുവരാമെന്ന് തൗറാത്തിൽ അഗാധ പ്രാവീണ്യമുള്ള ആ സിദ്ദീഖുൽ ബർഖയാ അനാതീക ബിഹി ഖബല യർതദ്ദ ഇലൈക തർഫുക. ഒരു മനുഷ്യൻ പറഞ്ഞു, അങ്ങയുടെ കണ്ണടച്ച് ചിമ്മി തുറക്കുന്നതിന് മുമ്പ് ഞാൻ അങ്ങേക്ക് ആ സിംഹാസനം മുമ്പിലെത്തിക്കാം നബിയേ. എന്നിട്ട് ആകാശത്തേക്ക് നോക്കി ആ സിദ്ദീഖുൽ ബർഖയാ ഒരു ദിക്ർ ചൊല്ലി, അല്ലാഹുവേ യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം. ആ ദിക്ർ ചൊല്ലേണ്ട താമസം 40 മാസത്തിന്റെ പടിദൂരം അകലെയുള്ള ബിൽഖീസിന്റെ സിംഹാസനം സുലൈമാൻ നബിയുടെ മുറ്റത്ത് വന്നു നിന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. സിംഹാസനം കാല് സുലൈമാൻ നബിയുടെ മുമ്പിലെത്തി. ആസിബിന് ബർഖയ പറഞ്ഞത്, ഞാൻ കൊണ്ടുവന്നു തരാം. ഖബല അൻ യർതദ്ദ ഇലൈക തർഫുക, അങ്ങയുടെ കണ്ണ് അടച്ച് തുറക്കുന്നതിന് മുമ്പ്. കണ്ണടച്ച് തുറക്കാൻ എത്ര സെക്കൻഡ് വേണം? ഇത് കണ്ണ് ഇങ്ങോട്ട് നോക്ക് മനുഷ്യന്മാരെ, ചുമ്മാ കഥ കേൾക്കാതെ ഞാൻ ശാസ്ത്രം പറയാനാ പറഞ്ഞത്. കണ്ണടച്ച് തുറക്കാൻ എത്ര സമയം കാണും? എത്ര? ഒരു സെക്കൻഡ്. കണ്ണൊന്ന് അടക്കി തുറക്ക്. എത്ര പറ മനുഷ്യന്മാരെ, എത്ര? ഒരു സെക്കൻഡ്. ഖബല അൻ യർതദ്ദ ഇലൈക തർഫുക, കണ്ണടച്ച് ചിമ്മി തുറക്കുന്നതിന് മുമ്പ്. അപ്പോ സമ്മതിച്ചല്ലോ. ഖുർആൻ കണ്ണടച്ച് ചിമ്മി തുറക്കാൻ 1 സെക്കൻഡ്, കണ്ണടച്ച് ചിമ്മി തുറക്കുന്നതിന് മുമ്പ് സെക്കൻഡിനെ വിഭജിക്കാമെന്ന് ശാസ്ത്രം കണ്ടുപിടിക്കുന്നത് 20-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ്. സെക്കൻഡിനെ വിഭജിക്കാമെന്ന് സുലൈമാൻ നബിയുടെ കൊട്ടാരത്തിൽ ഒരു മനുഷ്യൻ പറയുന്നത് BC 1050-ലാണ്. ഖുർആൻ BC 1050 കഥ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട മുത്തല്ലിമീങ്ങളെ, ഹാഫിളീങ്ങളെ, നിങ്ങൾ എഞ്ചിനീയറിംഗ് നഷ്ടപ്പെട്ട പൊട്ടനല്ല. ഖുർആൻ മനഃപാഠമാക്കിയ ഹാഫിളാരാ, ആലിമാരാ. അവൻ എഞ്ചിനീയറിംഗ് പഠിച്ചില്ലല്ലോ, അവൻ MBBS പഠിച്ചിട്ടില്ലല്ലോ, അവര് PhD ഇല്ലല്ലോ. മുയ്യാക്കന്മാര് ദുനിയാവ് പോയവരാണ്. അല്ല, മുയ്യാരാരെന്നറിയോ? അവൻ സെക്കൻഡിനെ വിഭജിക്കാമെന്ന് പഠിച്ച ഏറ്റവും വലിയ ശാസ്ത്ര ഗ്രന്ഥം കാണാതെ പഠിച്ചവനാണ് ഹാഫിള്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദുനിയാവ് നഷ്ടപ്പെട്ടിട്ടില്ല. എന്റെ പെങ്ങളെ ഖുർആൻ പഠിക്കുന്നില്ല. മഹാഭാരതത്തിന്റെ സീരിയൽ ടിവിയിൽ കാണുമ്പോ കൗരവരുടെ കൊട്ടാരത്തിലേക്ക് പാണ്ഡവര് വന്നു. സ്ഫടികത്തിന്റെ താഴെ അരുവി വിടുകയാണ്. അരുവിയുടെ മുകളിൽ സ്ഫടികം വെച്ചിരിക്കുകയാണ്. പഞ്ചപാണ്ഡവര് വന്നിട്ട് അതിന്റെ താഴെ ഗ്ലാസ് കിടക്കുന്നത് കണ്ടില്ല. അരുവിയാണെന്ന് കരുതിയിട്ടവര് മുണ്ടിങ്ങനെ പൊക്കിയിട്ട് അതിന്റെ മുകളിലേക്ക് ചവിട്ടാൻ പോയപ്പോ അർജുനനോട് കൃഷ്ണനാണ് പറഞ്ഞത്, അർജുനായത് അരുവിയല്ല, അത് ഗ്ലാസിന്റെ താഴെ കൂടെ വെള്ളമെടുക്കുന്നതാണ്. അതിന്റെ മുകളിലെ ഗ്ലാസിന്റെ അർജുന. ഇത് കണ്ട മേത്തച്ചി പെണ്ണ് അത്ഭുതത്തോടെ നോക്കി നിന്നു. റബ്ബേ, ഇതെന്തോ അത്ഭുതമാണ്. പെങ്ങളെ, സൂറത്തിന്റെ നംലോട് ബിൽഖീസ് സുലൈമാൻ നബിയുടെ കൊട്ടാരത്തിൽ വന്നു. കൊട്ടാരത്തിന്റെ മുമ്പിലെത്തിയപ്പോ അതിന്റെ താഴെ കൂടെ അരുവിയൊടുകുന്നു. മുകളിൽ സ്ഫടികം വെച്ചിട്ടുണ്ട് സുലൈമാൻ നബിയുടെ കൊട്ടാരത്ത്. ബിൽഖീസ് അതിലേക്ക് കാലെടുത്ത് വെച്ചപ്പോ ഖുർആൻ പറയുകയാണ്, തന്റെ കണങ്കാലിന്റെ മുകളിലേക്ക് സാരി പൊക്കി അപ്പുറത്ത് നിന്നിട്ട് സുലൈമാൻ നബി പറഞ്ഞു, ഇത് അരുവിയല്ല, സ്ഫടികമാണ്, ബിൽഖീസേ ചവിട്ടിക്കൊള്ളുക. ഇത് അവർക്ക് അറിവ് കണ്ടപ്പോൾ അത്ഭുതമായിട്ട് തോന്നിയത്. ഖുർആൻ ഇന്ന് അവര് ബൽഖീസ് സുലൈമാൻ നബിയുടെ കൊട്ടാരത്തിലെത്തി. ഫ്രണ്ടിൽ ഗ്ലാസ്, താഴെ അരുവി. ബൽഖീസ് വലിക്കും ഇത് അരുവിയാണ്. അവളുടെ കണ്ണങ്കാലം മുകളിലിട്ട് അവള് സാരി പൊക്കി. അന്ന് സാരി ഉണ്ടായിരുന്നൊന്നും ചോദിക്കരുത്, അവൾ ഉടുത്തിരുന്ന എന്തോ ഒരു സുനാപ്പി പൊക്കി.
ഇതിന് നല്ല വലിയ ബുദ്ധിമാന്മാരുണ്ടോ? സാരി മുസ്ലിം സാരി ഉണ്ടാകും. അങ്ങനത്തെ കുറെ മുതുക്കഹിനികളുണ്ട്. അവിടെ ഞാൻ പറഞ്ഞ അന്ന് അവൾ ഉടുത്തിരുന്ന എന്തോ ഒരു സുനാപ്പി അതങ്ങനത്തെ നോക്കി. അപ്പൊ കശപത്ത് അവളെ കണങ്കാലിന്റെ മുകളിലേക്ക് പൊക്കി. എന്റെ പൊന്നു ചെറുപ്പക്കാരാ, ഈ ഖുർആൻ ഇങ്ങനെ ലോകത്തിന്റെ മുമ്പിൽ പറഞ്ഞു കൊടുക്കാൻ നിനക്ക് പറ്റുമോ? ഇത് ഖുർആന്റെ ചെറിയ വിവരണമാണ്. കഥയും കഥനവും ഐതിഹ്യവും മിത്തും ശാസ്ത്രവും വൈദ്യശാസ്ത്രവും സർവ്വതും ഖുർആൻ പറഞ്ഞ് നമ്മൾ പഠിച്ചു. അതോടൊപ്പം തന്നെ ഖുർആൻ ഏറ്റവും വലിയ അത്ഭുതമായത് നന്നായിട്ട് ഇതിന്റെ പരിസമാപ്തി ഞാൻ കുറിക്കും. ഖുർആൻ അത്ഭുതമായത് ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ കിരാതരായ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ഞാൻ പറഞ്ഞല്ലോ, കൊല്ലാൻ വന്ന ഫുലാല തല മണ്ണിലിട്ട് ഉൽപ്പിച്ചിട്ട് അങ്ങോട്ട് പോയപ്പോ വ്യഭിചരിച്ചിട്ട് പോയ ഫുലാല തിരിച്ചു പോകുമ്പോൾ ഫുലാല മുസ്ലിമായി ഇനി വ്യഭിചരിക്കില്ല എന്ന് പറയാൻ ഒരു ഗ്രന്ഥത്തിന് കഴിയുന്നെങ്കിൽ ഇന്നിവിടെ നടക്കുന്ന ദൗത്യം അതാണ്. ഖുർആനിലെ ഏറ്റവും വലിയ പേടിപ്പെടുത്തുന്ന ആയത്ത് കീഴ്പ്പെടുത്തുന്ന മക്കയിലെ ഏറ്റവും വലിയ കുഫാറുകൾ അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പോലെ തന്നെ പള്ളിയിലെ മുസ്ലിയാർ പരീക്ഷയ്ക്കെതിരെ പറഞ്ഞാൽ പിറ്റേ ദിവസം രാജി ഓർക്കും, ഒന്ന് രാജി വെപ്പിക്കും അല്ലെങ്കിൽ വെക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉസ്താദിനെ ഞങ്ങൾ പിരിച്ചുവിടില്ല. ഉസ്താദിനെ കമ്മിറ്റിക്കാർ പറയും പിരിച്ചുവിടില്ല, ഉസ്താദ് തന്നെ പിരിഞ്ഞോളൂ, പരമാവധി ഉസ്താദ് തന്നെ പിരിഞ്ഞോളൂ. സഹോദരങ്ങളെ, ലോക ചരിത്രത്തിൽ ഏറ്റവും ക്രൂരന്മാരായ ആളുകൾ അവരുടെ മുമ്പിലേക്ക് ഖുർആൻ ഇറങ്ങിയപ്പോൾ അവര് പിന്നീട് ആരായി മാറി? യഥാർത്ഥത്തിൽ സഹാബാക്കളുടെ കൂടെ ഒരു MBBS ഉണ്ടോ? ഒരു PhD ഇല്ലല്ലോ. യഥാർത്ഥത്തിൽ സഹാബത്ത് മന്ദബുദ്ധിയിലൂടെ ഇതൊന്നും തോന്നരുത്. സഹാബത്തിൽ ഒന്നും അറിയാത്ത പച്ചക്കൊട്ടന്മാരുണ്ടാവും. ഖുർആൻ ആയത്തിറങ്ങി കറുത്ത നൂലിൽ നിന്ന് വെറുത്ത നൂല് വേർപെട്ട് വരുന്നത് വരെ നിങ്ങൾ ഇടയത്താഴം കഴിച്ചോളൂ. ഖുർആൻ ഒരു സാഹിത്യമാണ്. കറുത്ത നൂലിൽ നിന്ന് വെളുത്ത നൂല് വേർപെടുന്നത് വരെ നിങ്ങൾ ഇടയത്താഴം കഴിച്ചോളുക. ഒരു സഹാബി ആയത്തിറങ്ങിയ ഉടനെ ഉക്കാല ചന്തയിൽ ഒരു കറുത്ത നൂല് വെളുത്ത നൂല് വാങ്ങിച്ചു. തന്റെ പായുടെ അടിയിൽ വെച്ച് ഈത്തപ്പഴത്തിന്റെ കൊട്ടയിൽ വെച്ചിട്ട് തിന്നാൻ തുടങ്ങി. ഓരോ സമയത്തും പായ് പൊക്ക് നോക്കും, കറുത്ത നൂലിന് വെളുത്ത നൂല് വെളിവായി വന്നില്ല. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. കിഴക്കൻ ചക്രവാളത്തിൽ കറുത്ത മേഘം മാറി വെളുത്ത മേഘം വരുന്നത് വരെ എന്നാണ് അർത്ഥം. അതിന് നൂലിനെ ഉപമിച്ചേ ഉള്ളൂ. ഈ സഹാബി തിന്നു, പള്ളിയിൽ വാങ്ങ് വിളിച്ചു, നൂലുമായിട്ടില്ല ഹദറത്ത് റസൂലില്ല. നബിയെ, ഞാൻ നൂലും വെച്ച് നോക്കിക്കൊണ്ട് ആയത്ത് നോക്കിയിട്ട് ഭക്ഷണം തിന്നു നബിയെ, കറുത്ത നൂലിന് വെളുത്ത നൂലിന് ഒരു വെളിവായില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചോണ്ട് ചോദിച്ചു, നീ ഇത്രയ്ക്ക് വലിയ പമ്പര വിട്ടിയായല്ലോ സഹാബി. അത്രയ്ക്ക് വലിയ വിവരം അവർക്കുണ്ടായിരുന്നില്ല. അവരോടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഇല്ല, നാളെ പരലോകമുണ്ട്, മരണാനന്തരം ഒരു ജീവിതമുണ്ട്, ഈ രാത്രിയും ശാശ്വതമല്ല, മദ്യപാനത്തോട് വിട പറയണമെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ കഅബാലയത്തിന്റെ മത്താഫിലിരുന്ന് ഖുർആൻ ഓതിയപ്പോ പ്രവാചകനെ പരിഹസിച്ചുകൊണ്ട് കഅബാലയത്തിന്റെ മത്താഫിലിരുന്ന് വെല്ലുവിളിച്ച ആളുകളുടെ നേരെയാണ് അല്ലാഹുവിന്റെ ഖുർആനിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ആയത്തിറങ്ങിയത്. ഏറ്റവും പേടിപ്പെടുത്തുന്ന ആയത്തിറങ്ങിയത് അല്ലാഹുവിന്റെ റസൂൽ ഖുർആൻ ഓതി കിടക്കുമ്പോ കഅബാലയത്തിന്റെ മത്താഫിൽ നിന്നിട്ട് ആ നാട്ടിലെ ചെറുപ്പക്കാര് പരിഹസിച്ചു അത്രേ, അഹിയാനൻ നജുറു ഇലാ അഖീനാ ഇദാ ലം യജുറു ബിഹി ഇല്ലാ ഖാനാ, അഹിയാനൻ നജുറു ഇലാ അഖീനാ ഇദാ ലം യജുറു ബിഹി ഇല്ലാ ഖാനാ. അല്ലാഹുവിന്റെ റസൂലിനെ കളിയാക്കിയിട്ട് പറഞ്ഞു, മുഹമ്മദേ, ഈ ഞങ്ങളെ ഉപദേശിക്കാനോ ഖബറിനെ കുറിച്ച് പറഞ്ഞ് പേടിപ്പെടുത്താനോ ആഖിറത്തെ പറഞ്ഞ് ഞങ്ങളെ പരിഭ്രാന്തിക്കാനോ ഞങ്ങൾ ആരെന്നറിയോ മുഹമ്മദേ? ഒരുത്തം പറയുകയാണ്, എനിക്ക് വ്യഭിചരിക്കാതെ കിടന്നാലിറക്കം വരില്ല, രാവിലെ മുതൽ വൈകുന്നേരം വരെ വ്യഭിചരിക്കാൻ ഒരാളെ കിട്ടാതെ നിരാശയോടെ രാത്രിയിൽ ഞാൻ തിരിച്ചു പോകുമ്പോ ഇന്നെനിക്ക് വ്യഭിചരിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ദുഃഖിച്ചു പോകുമ്പോ ആ സമയത്താണ് എന്റെ സഹോദരന്റെ ഭാര്യയെ കണ്ടത്. അവളുമായിട്ട് ഞാൻ ഇന്ന് വ്യഭിചരിച്ചെന്ന് പരസ്യമായിട്ട് കഅബാലയത്തിന്റെ മത്താഫിൽ വിളിച്ചു പറഞ്ഞ ആ സമയത്താണ് മറ്റൊരു ചെറുപ്പക്കാരൻ പറഞ്ഞത്, ഇതാലും എന്റെ ജോലി വഴിയരികിലൂടെ നടന്നു പോകുന്ന ആളുകള് പാലക്കെട്ടിന്റെ പുറകിൽ ഒളിച്ചിരുന്നിട്ട് അവരെ പിടിച്ചു നിർത്തി തലകൊയിലെടുക്കല. അങ്ങനെ ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ എന്റെ ഇലയെ കാത്തിരുന്നു. അവസാനം ഒരാളെ പോലും കാണാതെ മൂവന്തി നേരമായി
പോയപ്പോ കല്ല് ഷാപ്പിൽ കൂട്ടുകാർ ഒരുമിച്ച് കൂടുന്ന നേരത്ത് ഒരു തുള്ളി പൈസ ഇല്ലാതെ എന്റെ വാൾ ഉറയിലോട്ടിടാൻ പോയപ്പോ ഇന്നൊരു രക്തത്തിന്റെ സ്പർശനമില്ലാതെ എന്റെ വാൾ ഉറയിലിടണമല്ലോ നോക്കിട്ട് ഉറയിലോട്ടിടാൻ പോയപ്പോഴാണ് എതിർഭാഗത്തൂടി മനുഷ്യൻ വരുന്നത് കണ്ടത്. ആ മനുഷ്യൻ എന്റെ പിതാവായിരുന്നു. എന്റെ മുന്നിലൂടെ വന്ന പിതാവിനെ പിടിച്ചു നിർത്തിയിട്ട് അന്നൊരു ദിവസം എന്റെ വാളിന്റെ രക്തത്തിന്റെ മോഹം തീർക്കാൻ എന്റെ പിതാവിന്റെ കരുത്ത് ഞാൻ വെട്ടിയെറിഞ്ഞിട്ട് എന്റെ ഉപ്പയുടെ മനുഷ്യന്റെ പൈസ എടുത്തിട്ട് മദ്യപിച്ചെന്ന് കൈവാലയത്തിന്റെ മത്താവിന് തന്നിട്ട് ലോകം ഇതേവരെ കേൾക്കാത്ത ക്രൂരത വിളിച്ചു പറഞ്ഞിട്ട് ഞങ്ങളാണ് വലിയവരെന്ന് അഭിമാനിച്ചിരുന്ന മക്കാ ഖുറൈശികളുടെ നേരെയാണ് ഖുർആനിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ആയത്തിറങ്ങിയത്. ഹബീബായ നബിക്ക് ആയത്തിറങ്ങി നബിയെ അവരോട് പറഞ്ഞു കൊടുക്ക നബിയെ അൽഹാകുമുത് തകാബുർ ഹത്താ സുർതുൽ മകാബിർ കല്ലാ സൗഫ തഅലമൂന തുമ്മ കല്ലാ സൗഫ തഅലമൂൻ. അവരോട് ചോദിക്കുന്ന നബിയെ ഏതുവരെയാണ് ഈ അഹങ്കാരം, ഏതുവരെയാണ് നിങ്ങളുടെ സമ്പത്ത്, ഏതുവരെയാണ് നിങ്ങളുടെ വാപ്പോര്? അൽഹാകുമുത് തകാബുർ ഇത്ര അഹങ്കരിക്കാൻ നീ ആരടാ തമ്മാടി? ഏതുവരെയാണ് നിന്റെ ഈ സമ്പത്ത് പ്രയോജനപ്പെടുക, ഏതുവരെയാണ് നിന്റെ അധികാരം പ്രയോജനപ്പെടുക? പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി നിന്നെ അടക്കുന്നത് വരെ, പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി 3 കഫൻ തുണിയിൽ പൊതിഞ്ഞിട്ട് നിന്നെ മരത്തിൽ കിടത്തുന്നത് വരെ, നിന്റെ മുകളിലേക്ക് മണ്ണ് വന്ന് വീടുന്നത് വരെ. സഹോദരങ്ങളെ അവസാനിപ്പിക്കുകയാണ് ഞാൻ. ഖുർആനിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ആയത്തിറങ്ങിയത് ഇവിടെയാണ്. അത്ഭുതത്തിന്റെ മഹാത്ഭുതം, പരിവർത്തനത്തിന്റെ മഹാത്ഭുതം. സഹോദരങ്ങളെ പരിശുദ്ധിയുടെ പര്യായമായി എടാ പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി അടക്കുന്നത് വരെയല്ലേയുള്ളൂ. പള്ളിക്കാട്ടിന് പോകില്ലേ സഹോദരങ്ങളെ? ഉച്ചനേനാക്ക പകരേ ദിയേ കഫൻ और चुकी है सब मिलकर माँ बाप भाई बहन. സാധാരണ കുളിച്ചിട്ടാണ് ഞാൻ വസ്ത്രം മാറ്റുന്നത്. ഇന്ന് കുളിക്കുന്നതിന് മുമ്പേ ഇവരെന്റെ വസ്ത്രമങ്ങ് മാറ്റിക്കളഞ്ഞു, എന്നെ കഫൻ തുണി പുടവിച്ചു. ഞാൻ നോക്കുന്നത് എന്താണ്? ഓ ചുക്കി ഹൈ സബ് മിൽക്കർ മാँ बाप भाई बहन. എന്റെ ഭായി എന്റെ സഹോദരൻ, ബഹൻ എന്റെ സഹോദരി, മാമന്റെ ഉമ്മ, ബാപ്പന്റെ ബാപ്പ എന്റെ മയ്യത്തിന്റെ ചുറ്റുമിരുന്നിട്ട് പൊട്ടിക്കരയുന്നുണ്ട്. പൊന്നുമോനെ പോയല്ലോടാ, എന്റെ ഉമ്മ പൊട്ടിക്കരയുന്നുണ്ട്. കൺമണിയെ പോയല്ലോ. ക്ഷമ വിട്ട ഉമ്മയും പൊന്നുമകനെ എന്നെ കൈവിട്ടു പോയോ കാണലെന്നാ നിന്നെ. എന്റെ പൊന്നുമക്കൾ എന്റെ മയ്യത്തിന് കെട്ടിപ്പിടിച്ച് നിലവിളിക്കുന്നുണ്ട്. അരിമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, കൈകെട്ടി വിണ്ടാണെന്നു നീ കിടക്കുന്നേ. എന്റെ 8 വയസ്സുകാരനും എന്റെ 5 വയസ്സുകാരനും കൊണ്ട് തീരാ കണ്ണ് കൊതി തീരാത്ത 5 മാസം പ്രായമുള്ള എന്റെ പൊന്നുമോള് എല്ലാവരും കരഞ്ഞ് പറയാതെ എന്റെ ഭയത്തിന് കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. സഹോദരങ്ങളെ സഹോദരിമാരെ, ഇങ്ങനെ ഒരു ദിവസം വരാനുണ്ട്. മയ്യത്തിന് കെട്ടിപ്പിടിച്ചു മക്കളെ കരയുമ്പോ, ആ സമയത്ത് വീടിന്റെ ഉമ്മറപ്പടിയിൽ മറഞ്ഞു കിടക്കുമ്പോ സ്വന്തം മക്കളോട് പറയാൻ കഴിയണം, മക്കളെ ഉപ്പക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഉപ്പ നിങ്ങൾക്ക് വേണ്ടി കോടികൾ ഉണ്ടാക്കേണ്ട പൈസ കൊണ്ട് ഉപ്പ ഹാഫിളീങ്ങളായ മക്കളെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഉപ്പ മണലാരണ്യത്തിലുണ്ടാക്കിയ പൈസ കൊണ്ട് ഉപ്പ ഖുർആൻ മനഃപാഠമാക്കിയ ഹാഫിളീങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉപ്പയുടെ മയ്യത്തിന്റെ ചുവട്ടിൽ ഇരുന്നിട്ട് ഈ ഹാഫിളീങ്ങൾ ദുആ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മക്കളെ കരയണ്ട, ഉപ്പയ്ക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ കഴിയുന്ന ഒരു ആത്മാവുണ്ടാവണം. അതിനുവേണ്ടിയാണ് ഫിറോസ് ഖാൻ സാഹിബ് അദ്ദേഹത്തിന്റെ വരുമാനം കൊടുത്തിട്ട് ഹിഫ്ദുൽ ഖുർആൻ നടത്തുക. ലാഭമല്ലേ സഹോദരങ്ങളെ, ലാഭമല്ലേ? മാസം 50,000 രൂപ ചെലവുണ്ട്. 10 മാസം മാറ്റിവെച്ചാൽ 5 ലക്ഷമായി. അദ്ദേഹത്തിന്റെ മക്കളുടെയും ഭാര്യയുടെയും പേരില് ഒരു 10 സെന്റ് സ്ഥലം ഇവിടെ മേടിച്ചു വെക്കാം. നിങ്ങൾ പറയും ബുദ്ധിമാൻ, പക്ഷേ ചെയ്യുന്ന കച്ചവടത്തിലേറ്റവും നല്ലതാ റബ്ബിന്റെ ആജ്ഞയെ കൊത്തു നീ നടക്കുന്നതാ. ഏറ്റവും നല്ല കച്ചവടം ഈ കച്ചവടമാണ്. കാരണം ഖബറിലേക്ക് പോകുന്ന സമയത്ത്, ആരുമില്ലാത്ത സമയത്ത്, ഖബറിന്റെ ആഴം സ്നേഹിതാ നീ നോക്ക്, അതിൽ നിന്നെ മെല്ലെ ഇറക്കലും ഒന്നോർക്ക്. പിടിമണ്ണ് മാറിയിട്ടു മീസാൻ എന്നിട്ട് എല്ലാവരും പോയി.
പിന്നെ ആണ്ടതിക്ക് ഒരു പ്രാവശ്യമാണ് വാപ്പയുടെ കബർ കാണുക. പക്ഷേ യഹ്യാ ഖാൻ വലിയ ഭാഗ്യവാനാണ്. കബറിലിട്ടിട്ട് ആരും പറഞ്ഞില്ല. ഉപ്പയും സഹോദരങ്ങളും തിരിച്ചു വന്നു. കൂടപ്പറപ്പ് പോയി. കണ്ടു കൊതി തീർന്നില്ല, മിണ്ടിപ്പൂതി തീർന്നില്ല, ഭാര്യയ്ക്ക് കണ്ടനുഭൂതി തീർന്നില്ല. ഗർഭത്തെ ശിശുവായ സുൽത്താൻ എന്ന പൊന്നുമോൻ ഉപ്പയുടെ മുഖം കണ്ടില്ല. പക്ഷെ കാണാൻ കഴിയും സഹോദരങ്ങളെ. ആ പൊന്നുമോൻ ഉപ്പയെ കാണുന്നവരിൽ നിന്നും ഖുർആൻ തന്നെ പറയുന്നുണ്ട്, വല്ലദീന ആമനൂ വത്തബഅതുഹും ദുരിയത്തുഹും ബിഈമാനിൻ അൽഹഖ്നാ ബിഹിം ദുരിയത്തുഹും വമാ ലത്നാഹും മിൻ അമലിഹിം മിൻ ശൈഇ കുല്ലു ഇംറിഇൻ ബിമാ കസബ റഹീൻ. സ്വർഗ്ഗത്തിന്റെ സ്വർണ്ണക്കട്ടിലിൽ വാപ്പയും ഉമ്മയും ദുരിയത്തുഹും അവരുടെ മക്കളും സ്വർണ്ണക്കട്ടിലിൽ നിൽക്കുമ്പോ ഉപ്പയുടെ മുഖം കാണാത്ത സുൽത്താൻ എന്ന മോൻ ഉപ്പയോട് പറയും, ഉപ്പ മരിച്ചതിന് ശേഷമുള്ള ദുനിയാവിലെ വിശേഷങ്ങളെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ.